വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം വിഷ്ണവേ നമ. ഓം വിശ്വസ്മൈ നമ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 8-ാം അധ്യായം കുന്തി സ്തുതി. ശ്രീ ഗുരുവായൂരപ്പ, എല്ലാ പുരാണങ്ങളിലും എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒന്നുകിൽ കഥയുണ്ടാവും, അതിൽ മന്ത്രം ഉണ്ടാവും, ഉപാസിക്കേണ്ട ദേവതയെ പ്രത്യേകമായിട്ട് പറയും. എന്നുവെച്ചാൽ വിഷ്ണു ആണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ സകല സ്വരൂപം സ്വീകരിച്ച ഏത് മൂർത്തിയെ വേണം എന്ന് പറയും. ശിവനാച്ചാൽ ആ രീതിയിൽ, മഹാദേവിയാണെച്ചാൽ ആ ദേവിയിൽ ഒരു മൂർത്തിഭേദം അതിന് കാണും. അതേപോലെ മന്ത്രാച്ചാൽ അത്, പിന്നെ സ്ഥലം, ഇന്ന സ്ഥലത്ത് പോയിട്ട് രോഗം മാറാൻ ഇന്ന ക്ഷേത്രത്തിൽ, കല്യാണം നടക്കാൻ ഇന്ന ക്ഷേത്രത്തിൽ, ഒക്കെ ഈ മൂർത്തിഭേദമാണ്. ദേവത അത് തന്നെ, വ്യത്യാസമില്ല. അപ്പം അങ്ങനെ സന്താനം ഉണ്ടാകാനും രോഗം മാറാനും കല്യാണം നടക്കാനും കടബാധ്യത തീരാനും ധനം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും യശസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നതായിട്ട് ചില പ്രശ്നങ്ങൾ, അതിനൊക്കെ അതാത് മൂർത്തികളെ ഉപാസിക്കുകയാണെങ്കിൽ അതിന് ഫലം ഉണ്ടാവുമെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കുന്തി സ്തുതിയിൽ കുന്തിയുടെ ദുഃഖം ആണ് പ്രധാനമായിട്ട് പറയുന്നതെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ഉത്തര വന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണു, പാണ്ഡവരെ പോലെയുള്ള എല്ലാവരും മൃത്യുവിനെ ഭയക്കുന്നവരാണ്. മഹാദേവനായാലും ശരി, ബ്രഹ്മാവായാലും ശരി, മൃത്യുവിനെ ഭയക്കുന്നവരാണ്. ഇവിടെ എൻ്റെ വയറ്റിൽ കിടക്കുന്നതായിട്ടുള്ള ഈ പാണ്ഡവ ബീജം അത് നശിക്കാതെ കാക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ ഉണ്ണിയെ രക്ഷിച്ചു തരണം. പാണ്ഡവകുലം ഇനി അന്യം നിന്ന് പോകരുത്, അതിന് എന്നെ സഹായിക്കണം. ഇതാണ് പ്രാർത്ഥന. പക്ഷെ അത് നമ്മളെപ്പോലെയുള്ളവർക്ക്, സന്താനമില്ലാത്തവർക്ക്, അനപത്യതാ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അത് മന്ത്രമായിട്ടാണ് മാറുക. അങ്ങനെയാണ് മന്ത്രങ്ങളൊക്കെ, മന്ത്രങ്ങളെ ദ്രഷ്ടാക്കൾ, മന്ത്രദ്രഷ്ടാക്കൾ ഋഷികൾ അങ്ങനെയാണ്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഇങ്ങനെയാണ് നാം പ്രയോഗിക്കേണ്ടത്. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഈ അനുഭവത്തെ ഉണ്ടാവും. അതിന് ഒരു സൂചന എല്ലാ ഗ്രന്ഥത്തിലുമുണ്ട്. ഇവിടെ ഈ കുന്തിസ്തുതിയിലാണ് അത് കാണുക. അപ്പോൾ അതിൻ്റെ പൂർവ്വം ഇതാണ് എന്ന് സാരം. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ധാരാളം ഈ ഉപയുക്തങ്ങളായിട്ട്, പ്രയോഗങ്ങളായിട്ട് കാണാം. അതിനെ തിരഞ്ഞെടുക്കണം. അപ്പോഴാണ് ഉപാസനയുടെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുള്ളൂ. നമുക്കത് അതിനെക്കുറിച്ചാണ് പറയാം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തത്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. എൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ഈ ഉണ്ണിയെ രക്ഷിക്കാൻ അങ്ങല്ലാതെ കണ്ട് ഈ മരണഭയമുള്ള, മരണശീലമുള്ള എൻ്റെ ഈ മുത്തശ്ശന്മാർക്ക് സാധിക്കില്ല. അങ്ങ് എൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാലും വിരോധമില്ല. പക്ഷേ ഈ പാണ്ഡവ കുലത്തെ, പാണ്ഡവ ബീജത്തെ രക്ഷിക്കണം. ഇതാണ് പ്രാർത്ഥനാ മന്ത്രം. നമ്മളത് പ്രയോഗങ്ങളായിട്ട് ഈ ഹോമം, പരിഹാരം, പൂജ പലതും ചെയ്യാറുണ്ട്. ദാനവ്രത ആദികളൊക്കെ അതിൽ പെട്ടതാണ്. അതിൽ ഈ ഉപാസനയിൽ ഈ മന്ത്രം ഉപയോഗിക്കാറുണ്ട്. ജപം, അർച്ചന, അതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഏതാ മന്ത്രം ഉപയോഗിക്കാറും? ശൈവായിട്ടും വൈഷ്ണവായിട്ടും ശാക്തേയമായിട്ടും വേറെ മന്ത്രങ്ങളുണ്ട്. ദേവകീശ്വര ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് നമ്മൾ സാധാരണ വൈഷ്ണവമായിട്ട് ഉപയോഗിക്കുക. ശൈവാണെന്ന് വെച്ചാൽ ഓം ദേവദേവ ജഗന്നാഥ ഗോത്രവൃദ്ധികര പ്രഭോ ദേഹിമേ തനയം ശീഘ്രം ആയുഷ്മന്തം യശസ്വിനം. ശാക്തേയമാണെങ്കിൽ ഓം ഹ്രീം സൃഷ്ടിം സകലേശ്വരി മമ, ഓം ഹ്രീം സൃഷ്ടിം സകലേശ്വരി മമ ആഗ്രഹസിദ്ധി സൽപുത്രലാഭം കുരു 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 സ്വാഹ. ഇനി അതേപോലെ തന്നെ ദേവി ഭാഗവതത്തിൽ വരുണനോട്
ഹരിശ്ചന്ദ്രൻ അപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. അത് 7ാമത്തെ സ്കന്ധത്തിൽ 14ാമത്തെ അധ്യായത്തിൽ 42, 47 ആയിട്ട് 2 ശ്ലോകങ്ങളിലായിട്ടാണ്. ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആദ്യത്തെ ശ്ലോകത്തിൽ. അത് ഇങ്ങനെയാണ്: അനപത്യോസ്മി ദേവേശ പുത്രം ദേഹി സുഖപ്രദം ഋണത്രയാപഹാരാർത്ഥം നമാമി ത്വാം ജലാധിപാം വന്ധ്യത്വേ പരമം ദുഃഖം അസഹ്യം ഭുവി മാനദാം ശോകാഗ്നിമഗ്നം ശോകാഗ്നിശമനം നൃണാം തസ്മാത് ദേഹി സുതം ശുഭം. അനപത്യത ദുഃഖം ദുഃഖങ്ങളിൽ 2ാമത്തേതാണ്. ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദുഃഖം. അത് ആധിദൈവികമായിട്ട് ആധിദൈവികം, ആധിഭൗതികം, ആത്മികം. ആധിഭൗതികമായിട്ടുള്ള ദുഃഖമാണ് ദാരിദ്ര്യം. ആധിദൈവികമായിട്ടുള്ള ദുഃഖമാണ് അനവത്യത 2ാമത്തെ. ആത്മികമാണ് രോഗം. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. പാധിവ്യാധികൾ ഉണ്ടാകുന്നത് സ്വയംകൃതാനർത്ഥമാണ്. രോഗമുണ്ടാകുന്നത് പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള പാപത്തിൻ്റെ ഫലമായിട്ടാണ്. അത് ആത്മികമാണ്. ദാരിദ്ര്യം എന്നത് ഭൗതികതയുടെ കിട്ടാത്ത ഒരവസ്ഥ. ഇപ്പോൾ ശ്വസിക്കാൻ വായു കിട്ടിയില്ലാച്ചാൽ, കുടിക്കാൻ വെള്ളം കിട്ടിയില്ലാച്ചാൽ, കിടക്കാൻ സ്ഥലം കിട്ടിയില്ലാച്ചാൽ, ഭൂമിയിലൊക്കെ കിടന്നുകൂടെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എല്ലാ ഭൂമിയിലും എപ്പോഴും കിടക്കാൻ പറ്റില്ല. അത് അനുഭവിക്കുന്നവർക്ക് ഉദാഹരണങ്ങൾ ധാരാളം ഉണ്ടാവും. വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലത്താണ്, ഭൂമിയിലാണ് നിൽക്കണം, കിടക്കാൻ പറ്റില്ല. രാത്രിയാണ്, ഇരുട്ടാണ്, ഒരു സ്ഥലത്ത് എത്തിയില്ല വെച്ചാൽ. അതേപോലെ പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ജനനിബിഡമായിട്ടുള്ളൊരു സ്ഥലം കിടക്കണമെന്ന് തോന്നി, കിടക്കാൻ മാർഗ്ഗമില്ല. അതിഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലം, അവിടെ കിടക്കാൻ പറ്റില്ല. ക്രൂര മൃഗങ്ങൾ, എങ്ങനെ ആനയായാലും സിംഹമായാലും പുലിയായാലും അതുണ്ടെന്നാണ് തോന്നിയാൽ, പാമ്പായാലും ഉണ്ടായെന്ന് തോന്നിയാൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സ്വസ്ഥത വേണമെന്നർത്ഥം. അത് അതിഭൗതികമാണ്, അത് ദാരിദ്ര്യമാണ്. അത് കിട്ടായിക എന്നത് ദാരിദ്ര്യമാണ്. പിന്നെ ധനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ദാരിദ്ര്യമാണ്. അതേപോലെ അത് ആധിഭൗതികമാണെങ്കിൽ അനവത്യത എന്നത് ദൈവികമാണ്. അപ്പോൾ ഈശ്വരൻ്റെ കൃപയില്ലാതെ കണ്ടത് നടക്കില്ല. അപ്പോൾ ഇവിടെ പർജന്യദേവൻ ഇന്ദ്രൻ, അത് ഈ ജലം ജീവൻ്റെ ആധാരമാണ്. അപ്പോൾ അതുകൊണ്ട് പർജന്യദേവൻ എന്ന് പറഞ്ഞാൽ ഈ ജലത്തിൻ്റെ അധിപൻ, മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ ആ ഇന്ദ്രനെ അങ്ങനെ സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുത്രകാമേഷ്ടൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ വരുണൻ, ജല അധിപനാണ് വരുണൻ, വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിനെയും ഇതേപോലെ തന്നെ ഈ വരുണനെയും ഇതേപോലെ ആരാധിക്കാറുണ്ട്. ഇവിടെ ഹരിശ്ചന്ദ്രൻ വരുണനെയാണ് ആരാധിച്ചത്, തപസ് ചെയ്തു എന്നാണ്. ഹോമപൂജാദികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പ്രാർത്ഥിച്ചു, അനപത്യോസ്മി ദേവേശ, ഇപ്പോൾ ഞാൻ സന്താനം ഇല്ലാണ്ട് വിഷമിക്കുകയാണ്, എനിക്ക് പുത്രൻ ദേഹി സുഖപ്രദം, സുഖത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടൊരു പുത്രനെ തരൂ. ഋണത്രയ അപഹാരാർത്ഥം ദേവഋഷി പിതൃകടം, അപ്പോൾ അതിൽ പിതൃകടം തീരാൻ എനിക്കൊരു പുത്രനെ തരണം. നമാമി ത്വാം ജലാധിപാം, ജലത്തിൻ്റെ അധിപനായിട്ടുള്ള വരുണദേവ, പാശിദേവ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. വന്ധ്യത്വേ പരമം ദുഃഖം, വന്ധ്യത എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. അത് 2ാമത്തെ ദുഃഖാട്ടോ. എന്നാലും ഏതാണോ നമ്മളെ ദുഃഖിച്ച അതാണ് നമുക്ക് വലുത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അസഹ്യം ഭുവി മാനത, അത് സഹിക്കാൻ പറ്റാത്തതാണ്. മറ്റുള്ളവരാൽ കളിയാക്കപ്പെടും, യശോനഷ്ടം വരും, പരമ്പര നഷ്ടം വരും. അപ്പോൾ ഇങ്ങനെ അനവധി ദോഷങ്ങൾ ഇതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതേപോലെ ശോകാഗ്നിശമനം നൃണാം, ഇതൊരു വലിയ ദുഃഖമാണ്. അത് 3 തരത്തിലും. ശോകം എന്നുള്ളത് ജന്മങ്ങളിലുണ്ടായിട്ടുള്ള ആ വിഷമങ്ങളോട് കൂടിയ വരുന്ന ദുഃഖങ്ങളാണ് ശോകം.
ദുഃഖം എന്നുള്ളത് ഇപ്പോൾ ഈ ജന്മത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള, അതേപോലെ പ്രസൻറ്റ് ടെൻസ് ഈ സമയത്ത് സംഭവിക്കുന്നത്. ഭയം എന്നുള്ളത് അടുത്ത നിമിഷം സംഭവിക്കുന്നത്. താപത്രയം എന്നാണ് അതിന് പറയാം. താപത്രയോന്മൂലനം ആണ് ഭാഗവതം. അപ്പോൾ ശോകാഗ്നിശമനം നൃണാം, ഈ ശോകത്തെ ഇല്ലാണ്ടാക്കാൻ, ഈ 3 ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കാൻ എന്ത് വേണം? തസ്മാത് ദേഹി സുതം ശുഭം, അതുകൊണ്ട് എനിക്ക് എന്ത് തരണം? ഒരു ഉണ്ണിയെ ശുഭത്തിനായിക്കൊണ്ട് തന്നാലും. ഇതാണ് മന്ത്രം. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ദേവി ഭാഗവതം പറഞ്ഞു എന്നാണെങ്കിൽ എല്ലാ പുരാണങ്ങളിലും ഇതുണ്ട് എന്ന് പറയാനാണ്. ശൈവ വൈഷ്ണവ ശാക്തേയ ഗാണപത്യ സൗര പാശുപത എല്ലാ മാർഗങ്ങളിലും ഈ മനുഷ്യൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ പുരാണങ്ങളെ ആശ്രയിച്ചാൽ മതി. കാരണം വേദത്തെ ആശ്രയിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല. ബ്രാഹ്മണർക്ക് പോലും സാധിക്കുന്നില്ല, എന്നിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്ക് കാട്ടിക്കൂട്ടുക. അത് കാര്യമില്ല. എത്രത്തോളം ഫലം കിട്ടുന്നുള്ളത് അറിയില്ല. ബ്രാഹ്മണർക്ക് പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളത് അത്രയേ ഉള്ളൂ. പാഖണ്ഡമായാൽ അത് അതിലേറെ പാപ. പിന്നെ എത്ര ജന്മം ജനിച്ചാലും മുക്തി കിട്ടില്ല. അപ്പോൾ അരുതാത്തത് ചെയ്യരുതെന്ന് പറയാറുണ്ട് കാരണന്മാർ. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അന്യകർമ്മങ്ങൾ ചെയ്യണ്ട എന്നുവെച്ചാൽ വർണ്ണാശ്രമധർമ്മങ്ങളിൽ ബ്രാഹ്മണൻ്റെ കർമ്മം ചെയ്യണം, ശൂദ്രൻ്റെ കർമ്മം ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റേ കർമ്മത്തിൽ ലേശം അധികം ലാഭമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് കണ്ടിട്ട് ഭ്രമിക്കണ്ട. ഇവിടെ നഷ്ടമാണെന്ന് വെച്ചാൽ ഈ നഷ്ടം മതിയെന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പുരാണത്തെ ആശ്രയിക്കുമ്പോൾ സ്വന്തം ദുഃഖത്തെ ഭഗവാനോട് പറയുക, ഭഗവതിയോട് പറയുക, മഹാദേവനോട് പറയുക. അപ്പോൾ അതിൽ ഇതിനുള്ള പരിഹാരം അതിലുണ്ട്. എവിടെ ഒളിഞ്ഞു കിടക്കണം എന്നുള്ളത് നമ്മളൊന്ന് തപ്പിയെടുക്കണം, അത്രയേ ഉള്ളൂ. അതിനാവട്ടെ ഈ ഇന്നത്തെ കുന്തി സ്തുതി നമുക്കത് കേൾക്കാം. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 8-ാം അധ്യായം. ഓം പാണ്ഡവർ പാഞ്ചാലി കുന്തി സുഭദ്രയും രാജാധൃതരാഷ്ട്രഗാന്ധാരി കൃഷ്ണനും ഗംഗയിൽ സ്നാനാദി ചെയ്തു ഉദകവും ബന്ധു മരിക്കയാൽ ദുഃഖിതർ സർവരും. എല്ലാവരും ദുഃഖിതരാണ് ഈ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ നഷ്ടം. പാഞ്ചാലിക്ക് മക്കൾ നഷ്ടപ്പെട്ടത്, കുന്തിക്ക് കർണൻ നഷ്ടപ്പെട്ടത്, ബാക്കിയുള്ളവർ നഷ്ടപ്പെടാനായിട്ടല്ല, പക്ഷേ പ്രാധാന്യം ഗാന്ധാരിക്ക് 100 മക്കളെ നഷ്ടപ്പെട്ടത്, അങ്ങനെ ഓരോരുത്തർക്കും. സുഭദ്രയ്ക്ക് അഭിമന്യു നഷ്ടപ്പെട്ടത്, അങ്ങനെ അവർക്കൊക്കെ ഉദകാദികളൊക്കെ ചെയ്തു എന്ന് പറയുകയാണ്. സാന്ത്വന വാക്കോതി കൃഷ്ണൻ മയക്കിയ സർവരും കൊട്ടാരം തന്നിലെത്തിയുടൻ 3 അശ്വമേധങ്ങൾ ചെയ്തു യുധിഷ്ഠിരൻ കൃഷ്ണനൊപ്പം കീർത്തി നേടി പാണ്ഡവൻ. കൃഷ്ണൻ പല പല സൂത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭൗതികത അത് സാരമില്ല, ആ നഷ്ടം ഒരു മരത്തിൻ്റെ കൊമ്പ് ചില്ല വെട്ടി, അപ്പോൾ തൽക്കാലം ആ മരത്തിന് ഒന്നും കാണാണ്ടാവില്ല, ഇലയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വെറും തടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊരു കൊല്ലം കഴിപ്പിക്കാണ്ട് തളിർത്ത് നല്ലോണമാവും. എന്ന കൂട്ടത്തിൽ യുധിഷ്ഠിര ആ കൊമ്പ് വെട്ടിയതിൻ്റെ പാപം അങ്ങേക്ക് വരില്ല കേട്ടോ, ഇത് രണ്ടാമത് കിളിർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ജനങ്ങളും ധാരാളമായിട്ട് ഉണ്ടായിക്കോളും, അങ്ങ് പേടിക്കണ്ട, നമുക്ക് ഭഗവാനെ യാഗങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുത്താം എന്ന് പറഞ്ഞ് 3 അശ്വമേധ യാഗങ്ങളൊക്കെ ചെയ്തു. കൃഷ്ണന് തുല്യമായിട്ടുള്ള യശസ് ഈ പാണ്ഡവർക്കും ഭഗവാൻ കൊടുത്തു. വ്യാസധൗമ്യാദികൾക്കൊപ്പം സകലരും കൃഷ്ണൻ്റെ കാൽക്കൽ നമിച്ചു കൃതാർത്ഥരായി. ദ്വാരകായാത്രയ്ക്കൊരുങ്ങി ഹരി അപ്പോൾ ഉത്തര വന്നു കരഞ്ഞു പറഞ്ഞിത്. പാഹി മമ ഗർഭം കൃഷ്ണ ഹരേ ജയ, പാണ്ഡവ ബീജത്തെ രക്ഷിക്കണം പ്രഭോ, സർവജഗത്തിനും ഈശ്വര ശ്രീഹരേ, കാക്കണേ ശ്രീകൃഷ്ണ കാൽക്കൽ നമിപ്പു ഞാൻ. ഭക്തർക്കഭയനാം യോഗേശ്വര ഹരേ, തീഗോളമെന്നെ വിഴുങ്ങാതെ കാക്കണേ, മൃത്യു ഭയക്കുന്ന മർത്യർക്കീ രക്ഷയെ ചെയ്യാൻ കഴിയില്ല ശ്രീകൃഷ്ണ പാഹിമാം. ഈ ശ്ലോകത്തെ 2 ശ്ലോകങ്ങളിലായിട്ടാണ് എഴുതിയത്, ആവർത്തിച്ച് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു സാത്വികമായ ഭാവം നമ്മിലേക്ക് ഭഗവാനാൽ തരപ്പെടും. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ, നാന്യം തദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ, കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. അതിൻ്റെ മലയാളമാണ്
പാഹി 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 മമ ഗർഭം കൃഷ്ണ ഹരേ ജയ. പാണ്ഡവബീജത്തെ രക്ഷിക്കണം പ്രഭോ. സർവജഗത്തിനും ഈശ്വര ശ്രീഹരേ. കാക്കണേ ശ്രീകൃഷ്ണ കാൽക്കൽ നമിപ്പു ഞാൻ. ഭക്തർക്കഭയനാം യോഗേശ്വര ഹരേ. തീഗോളമെന്നെ വിഴുങ്ങാതെ കാക്കണേ. മൃത്യു ഭയക്കുന്ന മർത്യർക്കീ രക്ഷയെ ചെയ്യാൻ കഴിയില്ല ശ്രീകൃഷ്ണ പാഹിമാം. ഇനി അത് നമുക്ക് ഉപയോഗിക്കാൻ എങ്ങനെയാണ് വേണ്ടത്? ഒരു വരിയിൽ മറ്റേ ഒരു വാക്കിനെ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് അനുകൂലമായിട്ട് മാറും. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ വരിയിൽ പാഹി മമ ഗർഭം കൃഷ്ണ ഹരേ ജയ. എൻ കുലബീജത്തെ രക്ഷിക്കണം പ്രഭോ. അതല്ലെങ്കിൽ ഭർത്താവിൻ ബീജത്തെ രക്ഷിക്കണം പ്രഭോ. ഭർത്താവിൻ്റെ ബീജം ഇല്ലാച്ചാൽ ഈ എൻ്റെ വയറ്റിൽ കിടക്കണ ഈ കുട്ടിക്കില്ല. അത് സർവർക്കുമായിട്ട് എൻ കുലബീജത്തെ രക്ഷിക്കണം പ്രഭോ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ ബീജമില്ലാത്തവർക്കും ഈ ബീജത്തെ, അതായത് അതൊരു ജീനാണല്ലോ, ആ ജീൻ പരമ്പരയാ, അത് രക്ഷിക്കാൻ വേണ്ടത് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ വരിക എൻ കുലബീജത്തെ രക്ഷിക്കണം പ്രഭോ. സന്താനം ഇല്ലാത്തവരിത് ചെല്ലുക, ഫലമുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ പറയാൻ പാടില്ല അത്രേ, എന്നാലും ശരി പറയുകയാണ്. കാരണം സ്വാനുഭവമാണല്ലോ, ഞാനും അനുഭവത്തിത ദുഃഖം അനുഭവിച്ചയാളാണ്. ഇപ്പോൾ സന്താനമുണ്ട്. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഇപ്പോൾ താൻ പാതി ദൈവം പാതിയാണ്. നമ്മൾ പ്രവർത്തിക്കുക, കുറേ വൈദ്യരുടെ സഹായം തേടുക, എല്ലാ ദൈവങ്ങളെയും വിളിക്കാം, എല്ലാവരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ആശ്രയിക്കാം. അത് ഫലം തരും. അതുകൊണ്ടാണ് 100% ഉറപ്പ് എന്ന് പറയാൻ കാരണം. അല്ലാണ്ട് ഞാൻ എഴുതിയത് കേമാച്ചിട്ടല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് ഫലം, എന്ത് എഴുതിയെന്നുള്ളതല്ല. കുമ്പളഞ്ഞാണ് ദൈവച്ചാൽ കുമ്പളഞ്ഞാണ് ദൈവം, അത്രയേ ഉള്ളൂ. ഗുരു പറഞ്ഞതാണ് വാക്യം. അതിലെന്താന്നുള്ളത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക, ആവശ്യത്തെ ഭഗവാനോട് പറയുക, ഭഗവാൻ അത് നിവർത്തിച്ചു തരും. പാഹി മമ ഗർഭം കൃഷ്ണ ഹരേ ജയ. എൻ കുലബീജത്തെ രക്ഷിക്കണം പ്രഭോ. സർവജഗത്തിനും ഈശ്വര ശ്രീഹരേ. കാക്കണേ ശ്രീകൃഷ്ണ കാൽക്കൽ നമിപ്പു ഞാൻ. ഭക്തർക്കഭയനാം യോഗേശ്വര ഹരേ. തീഗോളമെന്നെ വിഴുങ്ങാതെ കാക്കണേ. മൃത്യു ഭയക്കുന്ന മർത്യർക്കീ രക്ഷയെ ചെയ്യാൻ കഴിയില്ല ശ്രീകൃഷ്ണ പാഹിമാം. ദ്രൗണി വിട്ട 2ാം ബ്രഹ്മാസ്ത്രത്തീ ഭയം കൃഷ്ണൻ തടുത്തു മഹായോഗിയായി തഥാ. പാണ്ഡവരക്ഷയെ ചെയ്തു ഹരിയുടൻ ഉത്തരാഗർഭത്തിൽ ചെന്നു യോഗീശ്വരൻ. സൃഷ്ടിസ്ഥിതി ലയ കാരണൻ ശ്രീഹരി 10 മാസം ഉള്ളിൽ കാത്തു ശിശുവിനെ. ഉത്തര പെറ്റു പരീക്ഷിത് സുരക്ഷിതൻ ജാതകർമാദികൾ ചെയ്തു സന്തുഷ്ടനായി. കൃഷ്ണൻ പുറപ്പെട്ടു ദ്വാരകയെത്തുവാൻ. കുന്തിയപ്പോൾ കണ്ടു ബ്രഹ്മമായി കൃഷ്ണനെ. ധന്യയായി ബന്ധു സുഹൃൽ പുത്ര രക്ഷകൻ ഒക്കെ മറന്നു സ്തുതിച്ചു ശ്രീകൃഷ്ണനെ. ഇനി കുന്തി സ്തുതിക്കുകയാണ്. മലയാളമായതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മുഴുവൻ മനസ്സിലാവും. ഓം ഉത്തമ പുരുഷ കൃഷ്ണ നമോ നമ. ആദിമധ്യാന്തരഹിത നമോ നമ. ഉള്ളിൽ പുറത്തും നിറഞ്ഞു വാഴും പ്രഭോ. സാക്ഷിയായി കാണുന്നു സർവനിയന്ത്രകൻ. നാട്യത്തെ കാണാം നടനെ അറിയുമോ. ഇന്ദ്രിയമാകം തിരശീല കാരണം. സർവം മറച്ചു തവമായ കൊണ്ടിഹ. അജ്ഞർക്കു തോന്നിച്ചു സത്യമാക്കി ജഗത്. ജ്ഞാനികൾക്കും മറവുണ്ടെങ്കിൽ ഞങ്ങളീ സ്ത്രീകൾ അറിയുന്നതെങ്ങനെ ശ്രീഹരേ. ഏവർക്കും ചൊല്ലാം ഒരേപോലെ സർവഥാ. ആത്മനിവേദനം ചെയ്തു നമിപ്പു ഞാൻ. ഇത് എഴുതുമ്പോൾ പോലും എനിക്ക് ഇതിൽ ഇത്രയും ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ തന്നെ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ്, അനവധി സപ്താഹങ്ങൾ കഴിഞ്ഞു. അപ്പോൾ സ്ത്രീകൾ ഇതേപോലെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇതിനുള്ള അധികാരമില്ല എന്നിങ്ങനെ പുരാണങ്ങളിലൊക്കെ ഉണ്ട്. സ്ത്രൈണത എന്നുള്ളത് ഒരു ദുർബലതയാണ്. സ്ത്രൈണത എന്നുള്ളത് സ്ത്രീ എന്നുള്ള ശരീരമല്ല ദുർബലത. നമ്മുടേതായ വീക്ക്നെസ് പലതുമുണ്ട് മനുഷ്യർക്ക്. അത് ബുദ്ധി ഉറക്കാത്തതാണ് ഏറ്റവും പ്രധാനം. അത് ആണ് എന്നോ പെണ്ണ് എന്നോ പ്രായം കൂടിയവരെന്നോ ജ്ഞാനി എന്നോ അജ്ഞാനി എന്നതൊന്നും വ്യത്യാസമില്ല. പണ്ഡിതനായാലും പാമരനായാലും
ധനവാനായാലും ദരിദ്രനായാലും ഈ ദുർബലത ഒരേപോലെയാണ്. പുറമേക്ക് കാണിക്കുന്ന ആ ന്യൂനം അത് പലതരത്തിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. കക്കണ ഒരാൾ കളവിനാണ് ശ്രമിക്കുക, അതേപോലെ കവരാനാണ് ഉദ്ദേശിച്ചാൽ ആ രീതിയിലാണ്. മാന്യനായിക്കൊണ്ട് തട്ടിപ്പറിക്കുക. ഇന്ന് കാണുന്നതല്ലേ നമ്മൾ പലതും. അർഹതയില്ലാത്തത് അന്യൻ്റെയിലുള്ളത് എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സായാലും ശരി ഒക്കെ അങ്ങനെ ചെയ്യാം. ഈ ധനത്തിൻ്റെ ആധിക്യം, അതിലുള്ള ഈ ന്യൂനതയെ കുറച്ച് ആ ധനം അതിനെ മറയ്ക്കും. അപ്പോൾ ഇതോട്ട് അറിയൂല. അപ്പോൾ അത് കേമാവും, ആ ആളും കേമനാവും. ഇതാണെന്ന് കണ്ടുവരുന്നത്. അതാണ് ദുർബലത. അല്ലാണ്ട് ആണ് പെണ്ണ് എന്നുള്ള ദുർബലതയല്ല. ഇത് മനസ്സിലാക്കി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് വ്യാസൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഈ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും. ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ സമർപ്പിതമായിട്ട് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതറിഞ്ഞതുകൊണ്ട് പറയുകയാണ്. കർമ്മയോഗമായിട്ട് ചെയ്യാൻ ഭഗവാൻ പറയണത് കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും എനിക്ക് തരൂ എന്നാണ് അർജുനനോട് പറഞ്ഞത്. അതാണ് കർമ്മയോഗം. നിഷ്കാമനായിക്കൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങൾ, സനാതനധർമ്മങ്ങൾ നേരത്തെ നീക്കിയ കുളിക്കുക. അത് 4 ജാതിയായാലും ശരിയാ. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ശൂദ്രനായാലും വൈശ്യനായാലും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ആ സമ്പാദനത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അവനവൻ്റെ ഡ്യൂട്ടീസ് അത് നന്നായിട്ട് ചെയ്യുക, ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക, അത്രേ വേണ്ടൂ. അപ്പോഴാണ് ഈ ദുർബലത മറികടക്കാൻ സാധിക്കുക. അല്ലാണ്ട് സ്ത്രീകൾ ദുർബലൻ അങ്ങനെയല്ല. പരാശ്രയത്വം കുട്ടികൾക്ക്, അതാണ് അവരുടെ ദുർബലത. ഓരോരുത്തർക്കും ഓരോന്നാണ് ദുർബലത. അജ്ഞാനിക്ക് ജ്ഞാനമില്ലാത്തതാണ് ദുർബലത. ദരിദ്രന് ധനമില്ലാത്തതാണ് ദുർബലത. അപ്പോൾ അവർക്ക് ഇതിനുള്ള സമയം കിട്ടില്ല. സമയമില്ലാത്ത ഒരാളെങ്ങനെ പഠിക്കാൻ പറ്റില്ല. അതാണ് ദുർബലത. ഇന്ന് അധ്യാപകരും കൂടിയും ഏത് രീതിയിലാണ്, അതാണ് ആ പ്രശ്നേ, വലിയ പ്രശ്നമാണ്. ആചാര്യൻ്റേതായിട്ടുള്ള ഒരു ഇത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കേൾക്കുന്നവർക്ക് ഈ പുറംപൂച്ച്, പൊങ്ങച്ചം, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ, പൊടിപ്പും തൊങ്ങലും അതിൽ വീണുപോവും. കളർഫുൾ പഞ്ചാരവാക്ക്, യഥാർത്ഥ തത്വം അറിയാണ്ട് വരും. അപ്പം അങ്ങനെയായിട്ട് കാര്യമില്ല. വേണ്ടത് എന്താണ്, ഈ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് പറയണയാൾക്കും കേൾക്കണയാൾക്കും ഒരേപോലെ ജീവൻ്റെ ശുദ്ധി കിട്ടണം. അതിനു വേണ്ടിയിട്ടാവണത്. ജ്ഞാനികൾക്കും മറവുണ്ടെങ്കിൽ ഞങ്ങളീ സ്ത്രീകൾ അറിയുന്നതെങ്ങനെ ശ്രീഹരേ. ഏവർക്കും ചൊല്ലാം ഒരേപോലെ സർവഥാ ആത്മനിവേദനം ചെയ്തു നമിപ്പു ഞാൻ. ദേവകീപുത്രൻ വസുദേവപുത്രനും നന്ദസുതനും യശോദാകുമാരനും പത്മനാഭ പത്മപാദ നമോസ്തുതേ. പത്മനേത്ര പത്മമാലിൻ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കാരാഗൃഹത്തിൽ തവ പിതാമാതയും കംസനാൽ പീഡിതർ എങ്കിലും അങ്ങയാൽ പാലകാരക്ഷിതരായില്ല. കാരണം കൃഷ്ണലീലാസാരമാർക്കും അറിഞ്ഞിടാം. ദേവകി പെറ്റുള്ള 6 ശിശുക്കളെ രക്ഷിച്ചതുമില്ല. കാരണമെന്തിത്, രക്ഷകനില്ലാത്ത എന്നെ രക്ഷിക്കുവാൻ രക്ഷകനായങ്ങ് പാണ്ഡവർക്കും തഥാ. കുന്തിക്ക് ഭർത്താവില്ല. ഈ മക്കളാച്ച ചെറിയ കുട്ടികൾ. കുന്തിയെയും മക്കളെയും ഭഗവാൻ രക്ഷിച്ചു. അച്ഛനും അമ്മയും കാരാഗ്രഹത്തിലാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദേവകിയും വസുദേവർക്കും. അവിടെ ഉഗ്രസേനുണ്ട്, കംസനുണ്ട്, അവരും കാരാഗ്രഹത്തിലാണ് എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ മറ്റൊരാളെ വധിക്കപ്പെടില്ല. അവരുടെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടി കുറച്ച് കാലം ജയിലിൽ കിടന്നോട്ടെ എന്ന് നിരീക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആപദ്ബാന്ധവനാണ് കൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുകയാണ്. ദുര്യോധനൻ ഭീമനേകി വിഷം പിന്നെ കായലിൽ താഴ്ത്തി മരിച്ചില്ല അത്ഭുതം. നാഗലോകത്തെത്തി നാഗരസം കുറെ സേവിപ്പിച്ചേറ്റവും ശക്തനാക്കി ഹരി. പാണ്ഡവരൊത്ത് അരക്കില്ലം വാഴവേ രക്ഷിച്ചു 6 ആളെ കത്തിച്ച നേരവും. പിന്നെ ഹിഡുംബനെ കൊല്ലിച്ചു ഭീമനാൽ കൊന്നു ഭഗനെയും കൃഷ്ണ കരുണയാൽ.
ചൂതുകളിയിൽ പണയപ്പെടുത്തിയ പാഞ്ചാലിയെ നഗ്നയാക്കാൻ ശ്രമിക്കവേ വസ്ത്രമായി വന്നിട്ട് അഭിമാനമേകിയ കൃഷ്ണ നമസ്കാരം പാണ്ഡവ രക്ഷക. ഹരേ, ഭാരതയുദ്ധത്തിൽ ഭീഷ്മദ്രോണാദികൾ നിഷ്പ്രഭമായി കൃഷ്ണസൂതനാൽ സർവഥാ പാണ്ഡവർക്ക് ആപത്ത് ഏൽക്കാതെ രക്ഷിച്ചു. ഇപ്പോൾ അഭിമന്യുപുത്രനെയും തഥാ. അപ്പോൾ ഈ പാണ്ഡവ ബീജത്തെ രക്ഷിച്ചു ഭഗവാനെ പുത്രയുടെ ഉള്ളിലാണ്ട് കയറി. എന്നിട്ട് വിഷ്ണു സ്വരൂപത്തിലെ 4 പുറ ഉണ്ണിയുടെ 4 പുറം ഇങ്ങനെ സഞ്ചരിച്ചു. കൗമോദകി എന്ന ഗത കൊണ്ടാണ്. ഒരു ശത്രുത അവിടെ വരില്ല. ബ്രഹ്മാസ്ത്രം ഈ ദ്രോണി എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ് ഇട്ടതാ. അത് അകത്തേക്ക് കയറാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ സുരക്ഷിത ഒരു കവചം സൃഷ്ടിച്ചു എന്നാണ്. അത് ഭഗവാന് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റായിട്ടല്ല. പക്ഷേ ഈ വിഷ്ണുരാധൻ എന്ന പേര് വരണമെങ്കിൽ ഇത് വേണം. അതിന് വേണ്ടിയിട്ടാണ്. അത്രയ്ക്കുണ്ട് പ്രാധാന്യം. വിഷ്ണുരാധനാണ്, പരീക്ഷിത്താണ് ആദ്യമായിട്ട് ഭാഗവതം ശ്രീശുഖ ബ്രഹ്മർഷിയിൽ നിന്നും കേട്ടത്. ആദ്യമായിട്ട് ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ വ്യാസൻ രചിച്ച് ശ്രീശുഖൻ പഠിച്ച് അത് കേട്ടത് പരീക്ഷിത്താണ്. എന്നിട്ടാണ് പരീക്ഷിത്ത് മുക്തനായത്. സർവജഗത്തിനും ആധാരമായി ഗുരു ജ്ഞാനം ജ്ഞാനഗീതം പാർത്ഥനോദിയ പോലവേ ജ്ഞാനപ്രകാശം ഭയമുക്തി ഭക്തിയും ഏകേണമേ ആപത് രക്ഷക പാലക. കുന്തി പറയാ, ഭഗവത്ഗീത അർജുനനെ യുദ്ധസമയത്ത് ഉപദേശിച്ചില്ലേ? ഇനി അതുപോലെ ഉദ്ധവന് ഭഗവാൻ ഒടുക്കം ഉദ്ധവോപദേശം ചെയ്യുന്നുണ്ട്. അതേപോലെ എനിക്കും ഒരു ഉപദേശം തരണമെന്നാണ് ഭഗവാൻ. ഇവിടെ എന്താ ഉപദേശം കൊടുത്തത് അറിയോ? ഒന്ന് ചിരിച്ച് ഒരു മായ കാട്ടി. ഇപ്പോൾ ബന്ധുവല്ലാതെ ഈശ്വരനായിട്ടാണ് കണക്കാക്കണതേ കുന്തി. അപ്പോൾ ആ രീതിയിലൊക്കെ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മായ കാട്ടി അച്ചമ്മളായി, അച്ചമ്മളുടെ പുത്രനായി. അതാണ് മായ. ഭഗവാൻ കുന്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? അനുഭവങ്ങളെ കൊണ്ട് പാണ്ഡിത്യം വന്നിരിക്കണം. എന്താ പാണ്ഡിത്യം? എന്താ അറിവ്? ഭഗവാനാണ് സർവം. അത് കുന്തി സ്തുതിയിലുണ്ട്. അപ്പോൾ ഭഗവാനെ അറിയുക എന്നത് ഗോപികൾക്ക് സാധിച്ചു എന്ന് ഉദ്ധവനാൽ തെളിയിച്ചു. ഇപ്പോൾ ദാ കുന്തിക്ക് സാധിച്ചു എന്ന് ഭഗവാനാൽ തന്നെ തെളിയിക്കുകയാണ്. ഭീഷ്മർക്ക് സാധിച്ചു എന്നുള്ളത് ശരശയ്യയിൽ 59 ദിവസം കിടന്നു കൃഷ്ണനെ കണ്ടുകൊണ്ട്, കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ, കൃഷ്ണൻ്റെ നാമങ്ങൾ 1000 നാമങ്ങളെ മാലയാക്കിയിട്ട് സഹസ്രനാമം ജപിച്ച് കൃഷ്ണങ്ങൾ പ്രത്യക്ഷ മുക്തി. അത് പാണ്ഡവർ ഉൾപ്പെടെയുള്ള എല്ലാ ഋഷിമാർക്കും സാക്ഷിയാണ്. പരീക്ഷിത്ത് ഇത് കേട്ടതോടു കൂടിയിട്ട് ബ്രഹ്മാവ് പോലും സമ്മതിച്ചു. പ്രമാണം ആണ് ആര്? പരീക്ഷത്തിന് മുക്തി. അതാണ് പരീക്ഷിത് സാക്ഷി. ഭക്തിയുടെ കാര്യത്തിൽ പ്രമാണം തത്ര ഗോപിക. ഇങ്ങനെ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ കുന്തി പറയുകയാണ്, ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇനി ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഭക്തരക്ഷയ്ക്കെത്തും കൃഷ്ണനെങ്കിൽ സദാ എപ്പോഴും ആപത്ത് തന്നിടൂ ശ്രീഹരേ. ഒപ്പം അതും തീർന്ന് കൃഷ്ണൻ്റെ അരികിലായി എത്തുന്നു സ്വന്തം കഴിവുകേടോർക്കയാൽ. സമ്പത്തും വിദ്യയും പാരമ്പര്യമതും ഉണ്ടാക്കിടും മതം നാശത്തിന് ഹേതുവായി. സമ്പത്തെടുത്തിട്ട് ആപത്തു നൽകണേ, കൃഷ്ണസാമീപ്യം സദാ ലഭ്യമാക്കണേ. കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് സമ്പത്താണ് വേണ്ടച്ചാൽ എനിക്ക് സമ്പത്ത് തരണം. സമ്പത്ത്, സൗന്ദര്യം, ബന്ധുബലം തുടങ്ങിയുള്ളതൊക്കെ കൃഷ്ണനെ എന്നിൽ നിന്നും അകറ്റുമെങ്കിൽ അതൊന്നും എനിക്ക് വേണ്ട. ഇനി ദുഃഖദുരിതങ്ങൾ, ആപത്തുകളാണ് എനിക്ക് തരണമെങ്കിൽ അപ്പോഴാണ് കൃഷ്ണനെ കിട്ടാച്ചാൽ അതെനിക്ക് തന്നോളൂ. ലോകത്തിന് സാക്ഷിയായി ആത്മജൻ ശാന്തനായി ചെയ്യുന്നു കർമ്മമില്ലെങ്കിലും കർമ്മിയായി. സർവസമൻ ചെയ്യും ദുഷ്ടർ തൻ ശിക്ഷയും സജ്ജന രക്ഷയും സ്വേച്ഛാവിരചിതം. കാലസ്വരൂപനാമങ്ങു ചിന്തിക്കവേ ഉണ്ടായി കലഹവും യുദ്ധവും നാശവും. മർത്യനായി നാട്യം നടിക്കുന്നു കാരണൻ ലോകഹിതങ്കരനില്ല പ്രിയാപ്രിയം. ഭഗവാനെ സംബന്ധിച്ച് പ്രിയമില്ല, അപ്രിയമില്ല, ഇഷ്ടനുമില്ല, അനിഷ്ടനുമില്ല, സർവസമനാണ്. പക്ഷേ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. ദുഷ്ടന്മാരെ നിഗ്രഹാനുഗ്രഹം കൊടുത്തും ഭക്തന്മാരെ വരാനുഗ്രഹങ്ങളെ കൊടുത്തിട്ടും സഹായിക്കും. അത്രയേ ഉള്ളൂ. ഭക്തരക്ഷയ്ക്കായെടുത്തു പലതരം രൂപം അവതാരലീലകൾ സാർത്ഥകം. മത്സ്യമായി കൂർമ്മം വരാഹം നരഹരി ശ്രീരാമനും കൃഷ്ണനായതും ശ്രീഹരി.
കെട്ടി യശോദ ഉരലിൽ തവ തനു ദാമോദരനായി നടിച്ചുള്ള ലീലയും അമ്മ യശോദ തൻ ദേഷ്യമം നാട്യവും തല്ലുവാനോങ്ങി ഭയന്നു കരഞ്ഞതും കാലൻ ഭയക്കുന്ന അങ്ങേക്കു പേടിയോ ഈശനാം കൃഷ്ണനോട് അമ്മയ്ക്കു ദേഷ്യമോ ഭക്തന്റെ ഹൃത്തിൽ കുടികൊള്ളും ഈശനെ യോഗികൾ കിട്ടാതെ ദുഃഖിക്കുന്നു സദാ രോമകൂപത്തിൽ പ്രപഞ്ചമുണ്ടങ്ങയിൽ നാഭിയിൽ കാണുന്നു ഭൂമി മുഴുവനും വായിൽ 14 ലോകത്തെ കാട്ടിയ ശ്രീകൃഷ്ണലീല നടനം അതിശയം. ദാമോദരൻ എന്ന ലീല യശോദയ്ക്ക് 3-ാമത്തെ വയസ്സിലാണ് ഭഗവാൻ അനുഭവിപ്പിച്ചത്. അത് പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് വീണ്ടും കൃഷ്ണനും യശോദയും തമ്മിൽ സംഗമിക്കുന്നത് വരെ ഈ ഞാൻ എൻ്റെ ഉണ്ണിയുടെ വയറിൽ കയറുകൊണ്ട് കിട്ടിയല്ലോ എന്നുള്ള ദുഃഖം. ബാക്കിയുള്ള അനവധി ലീലകളുണ്ടെങ്കിലും അതൊന്നും യശോദ അനുഭവിച്ചിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിലുള്ള കെട്ടൽ യശോദയുടെ മനസ്സിൽ ഉദരത്തിൽ കയറുകൊണ്ട് കൃഷ്ണനെ കെട്ടി, അത് ഉരലിൽ കെട്ടി ദാമോദരൻ, ദാമം കയറ്, ഉദരം വയറ്, ഈ വയറിൽ കയറിനെ കെട്ടിയ ആ ഒരു തെറ്റ്. അത്ര പ്രാധാന്യമാണ് ദാമോദരൻ എന്നുള്ള ലീല. 12 നാമങ്ങളിൽ ഒടുക്കത്തെ നാമം ദാമോദരന. ഇനി അതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം പറയാം. കലികാലത്ത് ഈ ജിഹ്വോപസ്ഥ ജയം എന്നാ പറയാം. ഈ ജിഹ്വയാണ് ഈ വയറ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആഹാരം അത് വേണ്ട എന്നാണ്. ആഹാരത്തിന് വേണ്ടിയിട്ട് എത്ര നമ്മൾ സമ്പാദിക്കണു, എത്ര വേസ്റ്റാക്കിയിട്ട് കളയണു. ജീവിതം പോലും വ്യർത്ഥമാണ്. ഭഗവാൻ കാണിച്ചു തരാം. കഥാരുചിക്ക് അത് പറയുമ്പോൾ ഭംഗം വരും. അപ്പോൾ അതുകൊണ്ട് അതാരും പറയാറില്ല എന്ന് മാത്രമേ എല്ലാവർക്കും അറിയാം. ജിഹ്വോപസ്ഥ ജയം നേടുകയാണ് വേണ്ടത്. എന്നാൽ ബാക്കിയുള്ളതൊക്കെ അറിയാതെ കണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് യശോദ നേടി. അതാണ് അവിടെ പറഞ്ഞത്. ഉണ്ണാൻ പോലും യശോദ മറന്നിരിക്കണു. ഉദ്ധവനെ പറ്റി, അക്രൂരനെ പറ്റി, പ്രഹ്ലാദനെ പറ്റി ഒക്കെ ഉണ്ണാൻ മറന്നതായിട്ടുള്ള രംഗങ്ങൾ ധാരാളമായിട്ട് ഭാഗവതത്തിൽ കാണുന്നു. ഇവിടെ യശോദയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. അവിടെ കഥാരുചിക്ക് ഒരു ഭംഗം വരും എന്നതുകൊണ്ടാണ് അതിനെ ആരും ആ സമയത്ത് വ്യാഖ്യാനിക്കാത്തത്. എല്ലാവർക്കും അറിയാതെ, ആചാര്യന്മാർക്കൊക്കെ അറിയാം. എങ്ങനെ എപ്രകാരത്തിലെ ശ്രീകൃഷ്ണനെ ഉള്ളിലാക്കണം, ഭക്തിയാകുന്ന 2 അക്ഷരമാണ് കുറവ് എന്നേ ആചാര്യന്മാർ പറയാറുള്ളൂ. അതറിയാതെ കണ്ടല്ല. മഹാപണ്ഡിതന്മാർക്കൊക്കെ നല്ലോണം അറിയാം. ഈ ഊണ് മാത്രം പോരാ, ഉണ്ണേണ്ടത് കൃഷ്ണനെയാണ്. അത് വയറിലല്ല വരിക, അത് ഹൃദയത്തിലാണ് വരിക. അത് വന്നിരിക്കണു. യശോദയ്ക്ക് അപ്പോൾ മുതൽ വന്നിരിക്കണു. എപ്പോൾ മുതൽ? കൃഷ്ണൻ ജനിച്ച് പിറ്റേ ദിവസം മുതൽ. കാരണം അന്ന് ഉറങ്ങി, മായ ഉറക്കി. രാത്രിയാണ് പ്രസവം. പിറ്റേ ദിവസം രാവിലെ മനസ്സിലായി ഈ ഉണ്ണി താൻ തന്നെയാണ്, തൻ്റേതാണ്, തനിക്കുള്ളതാണ്, തൻ്റെ അഭയസ്ഥാനമാണ്. മനസ്സിലായി. അപ്പോൾ ആ ഉണ്ണിയെ കെട്ടിയിട്ടു. എവിടെ? തന്നിൽ കെട്ടിയിട്ടു. തൻ്റെ എവിടെയെന്നുള്ളതല്ല, തന്നിൽ കെട്ടിയിട്ടു. പിന്നെ അവിടുന്ന് മാറിയില്ല. ഇനി പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് പറഞ്ഞാൽ എന്താ? അപ്പോഴേക്ക് 85 വയസ്സായിരുന്നു കൃഷ്ണന്. മുതുമുത്തശ്ശൻ അങ്ങോട്ട് കഴിഞ്ഞിറക്കണം. അമ്മ ഇനി പരിഭ്രമിക്കണ്ട കേട്ടോ, ഞാനും അമ്മയും ഒന്നാണ്. അതോടുകൂടിയിട്ട് ആ കെട്ടൽ നിന്നു. പിന്നെ താതാത്മ്യത്തിലാണ് പിന്നീടുള്ളത്. കൃഷ്ണൻ പോകുന്നവരെ പിന്നെ സുഖമാണ്. അതുവരെ കിടപ്പ് രോഗിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത്ര അമ്മയ്ക്ക്, യശോദാമ്മയ്ക്ക്. പിന്നെ അതില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ തരത്തിൽ അതിനെ വീക്ഷണം ചെയ്യണു, മനസ്സിലാക്കണു, അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവത്തിൽ നമ്മളെത്തുക. നമുക്ക് മുക്തി കിട്ടുക എങ്ങനെയാണ്? പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും മുക്തി കിട്ടൽ ഇങ്ങനെയാണ്. അതിന് നമുക്ക് സാധിക്കുമാറാകട്ടെ. കീർത്തി മലയത്തിനേകുന്നു ചന്ദനം കൃഷ്ണൻ യദുവിനും യാദവർക്കും തഥാ ദേവകിക്കും വസുദേവർക്കും പുത്രനായി തുഷ്ടി നൽകി വരം നൽകയാൽ ശ്രീഹരി ഭൂഭാരം തീർത്തു വിധിക്കു വിധേയനായി കർമ്മഫലം പോക്കാൻ ജീവന്റെ ശുദ്ധിയും ലക്ഷ്യമാക്കി മനമെത്തിച്ചു ലീലയിൽ
ജ്ഞാനിക്കു സൂക്ഷ്മാർത്ഥം നൽകി സ്വലീലയാൽ. അതാണ് ഭഗവാൻ ചെയ്തത്. അതാണ് എല്ലാവർക്കും തൻ്റെ ഈ ബാലലീല തൊട്ടുള്ള ഉപദേശം വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും കർമ്മമില്ലാത്തതായിട്ടുള്ള ജന്മമില്ലാത്തതായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ സകലസ്വരൂപം സ്വീകരിച്ചുകൊണ്ട് സാക്ഷിയായിട്ട് മാറി നിന്നുകൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മുഴുവൻ ജ്ഞാനികൾക്ക് അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തെ കൊടുക്കുന്ന രീതിയിൽ ബൃഹത്താണ്. അത്ര ഉള്ളിൽ ചേർക്കപ്പെട്ടതാണ് എന്ന് സാരം. സംസാരമുക്തിക്കു കാരണക്കാരനായി പൂജയെ സ്വീകരിച്ചേകി വരങ്ങളും ഭക്തരെ രക്ഷിക്കും ലീലകൾ ഓർക്കുകിൽ ആസുര നിഗ്രഹ ലീലാസ്മരണവും കേട്ടാൽ പറഞ്ഞാൽ മനഃശുദ്ധി നേരിടാം. മുക്തരായി തീരുന്നു ആശ്രയിക്കുന്നവർ ജീവൻ വെടിഞ്ഞാൽ ഈ ഇന്ദ്രിയം നഷ്ടമായി കൃഷ്ണനെ വിട്ടാൽ ഈ പാണ്ഡവരും തഥാ. ജ്ഞാനിയായില്ലേ? കുന്തി ജ്ഞാനിയായി. അതുകൊണ്ടാണിത്. എന്ത് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ ചെയ്തത്. കൃഷ്ണനെ വിട്ടാലോ മനഃശുദ്ധിയില്ല, ജ്ഞാനമില്ല, ഒന്നുമില്ല. ജീവന്റെ സംസാരം തീർക്കുവാൻ കൃഷ്ണനാൽ ബാലലീല തൊട്ടു ചെയ്തു പലതരം. അങ്ങയെ ഓർത്തിട്ടു ഞാനുമെത്തും തവ തൃപ്പാദം തന്നിൽ ലയിക്കാൻ കൊതിച്ചുടൻ. ഭൂമിയിൽ അങ്ങു പതിപ്പിച്ച കാലടി ശുദ്ധിയേകി ഗ്രാമവീഥികൾ കാനനം. അങ്ങയ്ക്കായി പുഷ്പിച്ചു കായ്ച്ചു മരങ്ങളും നൽകി സമൃദ്ധി നദി ഗിരി സിന്ധുവും. അങ്ങു പോയാൽ ഭൂവിൽ വീഴും ഇരുട്ടുടൻ സ്വർണരത്നാദി തരില്ല നദികളും. പുറ്റുകൾ പിന്നെ തരില്ല സമുദ്രവും. ഉണ്ടാകുമോ മഴ വേണ്ട പോൽ ഭൂമിയിൽ. വിശ്വനായി സർവം നിയന്ത്രിക്കും നായകൻ സാക്ഷിയായ ആത്മാവ് എങ്ങും നിറഞ്ഞവൻ. പാണ്ഡവ യാദവ സ്നേഹം മുറിക്കണേ ആത്മാവിനെ മാത്രം ചിന്തിക്കാറാവണേ. പ്രാർത്ഥിക്കണം. അതായത് ഈ രൂപം സ്വീകരിച്ച് വന്ന ദേവന്മാരായാലും അതാണ് പാണ്ഡവരെ. ബാക്കി ഒന്നിലും എനിക്ക് ശ്രദ്ധ വേണ്ട, ഭഗവാങ്കൽ മാത്രം ശ്രദ്ധ മതി. അതുകൊണ്ട് ഈ മനസ്സിലുള്ള എൻ്റെ ബന്ധു എന്നുള്ള ഭാവമുണ്ടല്ലോ, അതിനൊന്ന് ചേരിച്ചു തരണം. സ്നേഹപാശമിമം ചിന്തി ഭക്തിക്കു വിഘ്നം വരുത്തുന്ന സർവ്വതും എന്നിൽ നിന്നിപ്പോൾ അകറ്റണേ ശ്രീഹരേ. ഗംഗ സമുദ്രത്തിലെത്താൻ ഒഴുകുമ്പോൾ എൻ്റെ ചിത്തം അങ്ങിലെത്തിക്കണേ ഹരേ. യാദവനാഥനായി പാർത്ഥ സുഹൃത്തായി വേദത്താൽ നേടാൻ കഴിയും പരാക്രമി. ഗോവിപ്രദേവ സുരക്ഷയെ ചെയ്യുന്ന ലോകഗുരു യോഗി കൃഷ്ണ നമോസ്തുതേ. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണിർഷഭാവനിധൃരാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. അതേപോലെ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗജേന്ദ്രൻ സ്തുതിക്കുന്നതായിട്ടുള്ള നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കുന്തി സ്തുതിക്കുന്നതായിട്ടുള്ള യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരദൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഒന്നമോ ഭഗവതേ വാസുദേവായ. ഈ രാജാക്കന്മാർ 20,800 രാജാക്കന്മാർ ആ ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടപ്പോൾ കൃഷ്ണനെ കണ്ടപ്പോൾ ജപിച്ചതാണ് എന്ത്? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. തൊട്ട് മുന്നൊരു ശ്ലോകം കൂടി ഉണ്ടേ. തം ന സമാധിശോപായം യേന തേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേത് അപി സംസരതാമിഹ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പക്ഷേ അവിടെ പറയുമ്പോൾ അതിനൊരു പ്രത്യേകത. എത്ര ജന്മം എടുത്താലും ശരി, എപ്പോഴും ഞങ്ങൾക്ക് അങ്ങയിൽ ശ്രദ്ധ, അങ്ങയുടെ ലീലയിൽ ശ്രദ്ധ. നാമം ജപിക്കാറാകുക. നാമം, ലീല, ധാമം നിർബന്ധമായിട്ടും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് അതിന് ഞങ്ങളെ സഹായിക്കണം. ഗുണമായാലും രൂപമായാലും നാമമായാലും ലീലയായാലും ധാമമായാലും ഈ 5 കാര്യമാണ്. ഈ 5 കാര്യം ഭഗവാനെ എപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എത്ര ജന്മമായാലും ശരി, ഏത് ജന്മത്തിലായാലും, ഏത് യോനിയായാലും, മരായാലും ഈ പശു ആയാലും മർത്യനായാലും ദേവനായാലും ഞങ്ങളെ സഹായിക്കണം. ഇതാണ്. ഇപ്പോൾ ഇവിടെ എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ അങ്ങയെ ജ്ഞാനത്തോടു കൂടിയിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങ് എൻ്റെ പുത്രനല്ല, എന്ന് വെച്ചാൽ സഹോദരൻ്റെ പുത്രനല്ല,
അച്ചമ്പളെ എന്ന് വിളിക്കുന്ന ആ പുത്രനല്ല, അങ്ങ് ഈശ്വരനാണ്. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. 3 നാമങ്ങളും യോഗേശ്വരൻ യോഗികൾക്കും ഈശ്വരനാണ്, യോഗത്തിൻ്റെ ഈശ്വരനാണ്, ലോകഗുരുവാണ്. അതേപോലെ ഭഗവാനാണ്. ഭഗം 6, അഷ്ട ഐശ്വര്യം. ഈ 6ഉം 8ഉം 14 അത് പൂർണ്ണമായിട്ടുള്ളത് അതാണ് ഭഗവാൻ. പിന്നെ മൂർത്തി 4 എണ്ണം. മനസ്സിൻ്റെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ ഈ കൃഷ്ണനായിട്ടും വാസുദേവനായിട്ടും സംഘർഷനായിട്ടും അനിരുദ്ധനായിട്ടും പ്രദ്യുമ്നായിട്ടും അങ്ങനെ 14 4 18. 18 എന്നുള്ളത് ജയം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 81. ഭക്തി എന്നുള്ള ഭാവ വരിക, ജയിക്കുക എന്ന ഭാവ വരിക. അപ്പം അത്രയ്ക്കുണ്ട് അതിൻ്റെ പ്രാധാന്യം. ഭക്തിക്കു വിഘ്നം വരുത്തുന്ന സർവ്വതും എന്നിൽ നിന്നിപ്പോൾ അകറ്റണേ ശ്രീഹരേ. ഗംഗാ സമുദ്രത്തിലെത്താനൊഴുകും പോൽ എൻ്റെ ചിത്തം അങ്ങിലെത്തിക്കണേ ഹരേ. യാദവനാഥനായി പാർത്ഥ സുഹൃത്തായി വേദത്താൽ നേടാൻ കഴിയും പരാക്രമി ഗോവിപ്രദേവ സുരക്ഷയെ ചെയ്യുന്ന ലോകഗുരു യോഗി കൃഷ്ണ നമോസ്തുതേ. ആ മലയാളം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുഴുവൻ മനസ്സിലാവുകയാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെ നിങ്ങൾ വാങ്ങി വായിക്കണം. ഇപ്പോൾ അതിന് 600 രൂപയാണ് ഇട്ടിരിക്കുന്നത്. പോസ്റ്റലായിട്ടാകുമ്പോൾ 600 രൂപ, അല്ലെങ്കിൽ 500 രൂപ. എൻ്റെ പേര് വടശ്ശേരി ഹരി നമ്പൂതിരി. 904 803 9304. ഞാൻ എഴുതിയ 4 പുസ്തകങ്ങളും കൂടിയിട്ട് 1000 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 1200 രൂപ ഞാൻ വാങ്ങുന്നുണ്ട്, പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ. ഇനി അതിലും കൂടുമോ അറിയില്ല, കാരണം പ്രിൻറ്റിങ് ചാർജൊക്കെ വല്ലാണ്ട് കൂടിയിരിക്കണം. രാമായണവും ഭാഗവതവും ദേവീ മാഹാത്മ്യവും ഇപ്പോൾ ശിവപുരാണവും കുറേ ആയിട്ട് ഇപ്പോൾ എഴുതാൻ പറ്റുന്നില്ല. ശ്രീമദ് ഭഗവത്ഗീതയും ഇങ്ങനെ സംഗ്രഹമായിട്ട് എഴുതിയിട്ടുണ്ട്. സംഗ്രഹമായിട്ടല്ല, ചിലതൊക്കെ നേരിട്ടാണ്. അപ്പം അങ്ങനെ എഴുതിയ എൻ്റെ ഈ പുസ്തകങ്ങളെ നിങ്ങളെ വാങ്ങി വായിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. ഞാനൊരു ധനികനൊന്നുമല്ല, എങ്ങനെയൊക്കെയോ കഷ്ടിമുഷ്ടി ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. ആൾക്കാരുടെ ധാരണ നമ്മളിതിങ്ങനെ വെറുതെ കൊടുക്കുമ്പോൾ ഞാനൊരു വലിയ ധനികനാണ് എന്ന് ധരിച്ചുകൊണ്ട് അതേപോലെ കുറ്റം പറയുക, അതൊക്കെ എനിക്ക് സമ്മതമാട്ടോ. എൻ്റെ പാപങ്ങൾ തീരുകയാണ്. ഞാനൊരു മഹാപാപിയാണ് എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണല്ലോ ചില ദുഃഖങ്ങളെ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എന്നാലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സുഖിച്ച് കഴിയണം. അതിൻ്റെ കാരണം ഇതാണ്. മനസ്സുകൊണ്ട് സുഖിക്കണോ, ശരീരം കൊണ്ട് ദുഃഖിക്കണോ? മനസ്സിൻ്റെ ഒരവസ്ഥ ശരീരത്തിൽ പെട്ടതായതുകൊണ്ട് ആ ശരീരത്തിനെയും അത് ബാധിക്കും, അതില്ല എന്ന് പറയണില്ല. അത് മനസ്സിനെയും ബാധിക്കും, അതില്ല എന്നല്ല. പക്ഷേ എങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു സുഖത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പുസ്തകം വാങ്ങുക, വായിക്കുക. പലരും അലമാരയിൽ വെച്ചിറക്കുകയാണ്, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിറക്കുകയാണ്. എന്നിട്ടും അത് തുറന്നു നോക്കാനോ വായിക്കാനോ, അത് ഈ ഹിന്ദു വല്ലാത്തൊരവസ്ഥയാണ്. അത് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കണം, ഇതൊന്നും വേണ്ട എന്നുള്ള നിലയ്ക്ക്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എന്നും നിങ്ങൾ ഓരോ അധ്യായം വായിക്കൂ. അതിൽ നിന്ന് എന്താണോ ഉള്ളത് വെച്ചാൽ അത് കുറേശ്ശെ ആയിട്ട് മനസ്സിലാക്കൊന്നും വേണ്ട, അങ്ങനെ വായിച്ചിട്ടുണ്ടായിക്കോളൂ. കുറച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മ വരും. ഓർമ്മ വന്നാൽ അത് ശരിക്കും വളരെ ഉപകാരം ചെയ്യും. ജീവിതത്തിൽ ഒരു ഡിറ്റർമിനേഷൻ എടുക്കേണ്ട സമയത്ത്, ഒരു ഡില്ലമ്മ കണ്ടീഷനിൽ, അതായത് എന്ത് ചെയ്യേണ്ടു എന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്ത് ഈ തീരുമാനമെടുക്കാനുള്ള കഴിവ് ഈ പുരാണങ്ങൾ തരും. അതിന് ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആപത്തു തന്നും ഭയം നൽകിയെങ്കിലും കുന്തി തന്നാവശ്യം കൃഷ്ണസ്മരണയും ലോകവിഷയങ്ങൾ 5ഉം മറക്കലും ഏറ്റുഹരി മായ പുഞ്ചിരിയാൽ തഥാ. പിന്നെ ഗമിക്കാൻ തുടങ്ങവേ പാണ്ഡവർ രാജാ യുധിഷ്ഠിരനെത്തി പറഞ്ഞുപോൽ ഭാരതയുദ്ധത്തിൽ ബന്ധുവധത്തിൻ്റെ പാപങ്ങൾ തീരാൻ ഞാൻ എന്തു ചെയ്യേണ്ടതായി. ധർമ്മബോധത്താൽ മനം നേറി അജ്ഞനായി രാജസുഖത്തിൽ അതൃപ്തൻ യുധിഷ്ഠിരൻ. ബ്രാഹ്മണർ ബന്ധു സുഹൃത്ത് പതി സുതർ പാവങ്ങളേറെ അനാഥരായി ശ്രീഹരേ. യുദ്ധത്തിൽ ഹിംസ നിയമമാണെങ്കിലും സ്ത്രീകളും ബാലരും വൃദ്ധരും കേഴുകിൽ പാപം വരും, അത് യാഗത്താൽ തീരുമോ? യാഗപശു ശാപം കിട്ടും, ഞാൻ പെട്ടുപോയി. ഭാഗവതം വായിക്കുമ്പോൾ ഇത്രത്തോളം കിട്ടുമെന്ന് വെച്ചില്ല. അതായത് യുദ്ധം ചെയ്യുന്നത് ക്ഷാത്ര വീര്യത്തിലും ക്ഷാത്രധർമ്മത്തിലും പെട്ടതാണ്, അതുകൊണ്ട് പാപമൊന്നുമില്ല. പക്ഷേ യുധിഷ്ഠിരൻ പറയുന്നത് ഈ പാപം എങ്ങനെയാണ് വരിക? സ്ത്രീകൾ അനാഥരാകും,
ഭർത്താക്കന്മാരില്ലാണ്ടാവും, മക്കൾക്ക് അച്ഛനില്ലാണ്ടാവും, അമ്മ ദുഃഖിതയാണ്. അവരുടെ ഈ ശാപം ഈ വിജയത്തിനേക്കാൾ കൂടുതൽ മീതെ നിൽക്കും. അപ്പോൾ നല്ല കണ്ണാടിയാണെങ്കിലും അതിൻ്റെ മീതെ മഷി വീണ പോലെയാവും. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജയിച്ചു, അധർമ്മത്തെ മുഴുവൻ അധർമ്മികളെ ഹനിച്ചുകൊണ്ട് ഇല്ലാണ്ടേക്ക്. പക്ഷേ ഈ ചളി മീതെ നിൽക്കുക. അതായത് മേഘവിസ്ഫോടനം വന്ന സമയത്തുള്ള മഴ ഒരു കുളത്തിലേക്ക് ഒന്നിച്ച് വെള്ളം ഒഴുകി വന്നുവെങ്കിൽ ആ സരസിലെ താമര ആ സമയത്ത് താണു നിൽക്കും. കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ ആ കുറച്ച് നേരം വെള്ളത്തിൻ്റെ ഉള്ളിലാവും താമര നിൽക്കുക. ആ താമര ചീയും. ആ താമരയ്ക്കും താമരയുടെ ഇല, പൂവ് അതൊക്കെ പൊന്തി വരാൻ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. ആ സമയത്ത് തണ്ടിന് അത്രയും നീളം ഇല്ലെങ്കിൽ ആ താമരയ്ക്ക് പൊന്താൻ സാധിക്കില്ല. അപ്പോൾ ആ താമര നശിക്കും. അങ്ങനെ ഒരവസ്ഥ വരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കൃഷ്ണൻ പോരാ. ആരാ വേണ്ടത്? അനുഭവം കൊണ്ട് ഗുരുസ്ഥാനത്തെ വിജ്ഞാനവും കൂടിയുള്ള കൃഷ്ണന് കഴിയായിട്ടല്ല, പക്ഷേ എങ്കിലും കൃഷ്ണൻ്റെ ഭക്തനെ കൊണ്ട് തന്നെ വേണം. അനുഭവം പ്രത്യക്ഷമായിട്ട് വേണം. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്കും കൂടി അനുഭവിപ്പിക്കണം. അതിനാണ് പിതാമഹൻ്റെ അടുത്ത് പോയിട്ട് ഇനി ആ ഉപദേശം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് ഈ ശാപം? ഇങ്ങനെ വരുവെള്ളത്തിൽ വന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് വന്നതായിട്ടുള്ള ഈ വെള്ളം താമരയുടെ മീതെ നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട്. അതിനെ ഒന്ന് ഇല്ലാണ്ടാക്കി തരണം. കാട്ടിൽ തപം ചെയ്യാൻ പോണു ഞാൻ, ഇങ്ങനെ ചൊല്ലിയ ഏട്ടനെ ആശ്വസിപ്പിച്ചവർ. ധൗമ്യനും വ്യാസനും കൃഷ്ണനും കുന്തിയും ചൊല്ലിയതൊന്നുമേ ഏറ്റില്ല ഭക്തനിൽ. യുധിഷ്ഠിരനല്ലേ? ധർമ്മദേവനാണ്. ധർമ്മദേവൻ്റെ ധർമ്മപുത്രനാണ്, പക്ഷേ ഏറ്റില്ല. അജാതശത്രുവാണ്, ഏറ്റില്ല. ധർമ്മിഷ്ഠൻ ഭീഷ്മരെ കാണാം നമുക്കിനി എന്നോതി കൃഷ്ണൻ ഗമിച്ചു സകലരും. സമ്മതമായി യുധിഷ്ഠിരനും അത് കൃഷ്ണേച്ഛയാണത് ഭാവിക്കായി ലീലകൾ. സ്കന്ധം 1 അധ്യായം 8 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭക്തന്മാർക്കും ഈ കുന്തി സ്തുതിയെ സമർപ്പിക്കുന്നു. അത് കേട്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ, ഒരു യൂട്യൂബർക്ക് വേണ്ടതായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും എനിക്കില്ല. നേരിട്ട് ഇത് തരണു എന്നല്ലാതെ. അപ്പോൾ അതിന് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഭാഗവത തത്വമാണ്, ധാർമ്മികതയാണ്, മറ്റൊന്നും വേണ്ട. അത് ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.